ഭാരതീയ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. ആത്മീയ ചിന്തയ്ക്ക് പുത്തൻ നിർവചനങ്ങൾ നൽകിയ സന്യാസി ശ്രേഷ്ഠനായിരുന്ന പരമഹംസരുടെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ലൗകിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗദാധരൻ സദാ പ്രാർത്ഥനയിൽ മുഴുകി കഴിയുകയായിരുന്നു. 17-ാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വീട്ടുകാരുടെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങി ശാരദാദേവിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഭദ്രകാളി ഉപാസകനായ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കാളി മാതാവായി സങ്കല്പിച്ചു. സദാ ഈശ്വരചിന്തയിൽ മുഴുകിയിരുന്ന ശാരദാദേവിക്ക് പരമഹംസർ ദൈവതുല്യനായിരുന്നു. അതിനാൽ തന്നെ ദേവി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി ജീവിതം നയിച്ചു. 1866-ൽ പരമഹംസർ ദക്ഷിണേശ്വരത്തെ കാളിക്ഷേത്രത്തിൽ പൂജാരിയായി. ശ്രീരാമകൃഷ്ണദേവനെ തേടിയെത്തുന്ന ജിജ്ഞാസുക്കൾക്ക് താൻ ദർശിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായ സത്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊടുത്തു. ദൈനംദിന ജീവിതത്തിലും ഈശ്വര അന്വേഷികൾക്കും ആശ്വാസവും മാർഗദർശനവുമായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞുകൊടുത്ത ഓരോ കഥകളും അനുഭവങ്ങളും. 1886 ഓഗസ്റ്റ് 16-ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി. അദ്ദേഹത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കാൻ ശിഷ്യരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദൻ്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ ഗംഗാനദിയുടെ തീരത്ത് ബേലൂരിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ മഠം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനവ സേവയുടെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും മഹാപ്രസ്ഥാനമായി ഇന്നും നിലകൊള്ളുന്നു.